ഞാൻ ഈ പോണ വണ്ടിക്ക് ഒരു ദിവസം ഏതൊക്കെ ഓട്ടം കിട്ടും നോക്കിയാലോ, ഏതൊക്കെ ഓട്ടാണ് എന്തൊക്കെ ഓട്ടാണ് ഇപ്പൊ പറഞ്ഞോ. ഈ കാണുന്ന പണിക്കാർ കൊണ്ട് ആദ്യം കിട്ടിയ പണി തന്നെ പലക കയറ്റാനാണ്. നിങ്ങൾ വിചാരിച്ച ആ പലക കയറുന്ന ബംഗാളികളും ആ കരിക്കത്തേറി പോകുന്ന മലയാളികളാണ്. എന്നാ നേരെ തിരിച്ചാട്ടത്. ഈ ലോഡ് രണ്ടാൾ കയറ്റി കഴിഞ്ഞ വരെ ഇവര് പാടത്ത് കൊക്കിരിക്കണ മാതിരി ഇരുന്ന് പോകുന്ന പണി കിട്ടവര്. അവൻ കഴിഞ്ഞ് വണ്ടി കയറിയപ്പോ വണ്ടിയിലും പോകാം, മൊത്തത്തിലൊരു പുകമായി കിട്ടുന്നത്. അവൻ കഴിഞ്ഞ് നേരെ പോണ ഇതിന്റെ മുകളിൽ തോണി ഷീറ്റ് കയറ്റാനാണ്. പുകട്ട് എഞ്ചിനൊന്ന് ചൂടായ കഥ പണിക്കാർക്ക് പാമ്പിന്റെ മുകളിൽ മണ്ണെണ്ണ പറഞ്ഞ മാതിരി പെരുമ്പണിന്. പിന്നെ അതിനിടെ കാക്കഥ വാടകസാധനം എടുത്തതിന് എന്റെ പ്രൂഫ് ചോദിക്കണ്ടേ. അതിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും ആധാർ കാർഡിന്റെ നമ്പർ വരെ പറഞ്ഞെടുത്തപ്പോ കാക്കന്റെ മുഖത്ത് 14,000 ചിരി. അങ്ങനെ അവിടുന്ന് ലോഡ് കയറ്റി ഇതാ നേരെ സൈറ്റിക്ക് പോവാട്ടോ. നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാലാളക്കുമ്പോ വീഡിയോയിലേക്ക്. അങ്ങനെ സൈറ്റിൽ എത്തിയേക്കുമ്പോ നമ്മളതേപോലെ ഒരു തുടവണ്ടി സിമെന്റ് ഇറക്കാനും വേണ്ടി നമ്മൾ കാത്തിക്കുന്നുണ്ട്. നമ്മളേലാണല്ലോ പണിക്കാരുള്ളത്. കാക്ക എനിക്ക് തോന്നുന്നു അരമണിക്കൂറിലേറായി പോസ്റ്റ് അടിച്ച് നിൽക്കണമെന്നുണ്ട്. നമ്മൾ വരാൻ കാത്തിക്കുന്നല്ലോ. എനിക്കപ്പോ 2 വണ്ടി ലോഡ് ഇറക്കുന്നവരെ പോസ്റ്റ് അടിച്ച് കണ്ടിട്ടോ. അവിടെ സൈറ്റിൽ പിന്നെ നല്ലൊരു തെങ്ങുണ്ട്, ചെരിഞ്ഞിക്കണം, നല്ല പോസ്റ്റ് അടിച്ചാൽ പറ്റിയ തെങ്ങ്. അതിവേറെ കുറച്ചേരം ചാരിന്ന് പോസ്റ്റ് അടിച്ചിട്ടോ. അങ്ങനെ അവിടെ ലോഡ് ഇറക്കി കുറച്ചേരം പോയപ്പോ വണ്ടിക്ക് ഒരു ചെറിയൊരു ശ്വാസം മുട്ടല്. വണ്ടിന്റെ അടിയിൽ നോക്കുമ്പോൾ അതാ പാമ്പ് ചുറ്റിയ മാതിരി ഈ സാധനത്തുമ്മിൽ കുറെ ചുള്ളിക്കമ്പ് ചുറ്റിക്കണം. അങ്ങനെ ആവൊക്കെ വലിച്ചു ഒഴിവാക്കി പിന്നെ അടുത്ത ഓട്ടം നേരെ പോണ ഈ കുന്നിന്റെ മുകളിലേനി. സംഭവം ഞാൻ ഈ ഇറക്കിറങ്ങി വരുന്ന വഴി തെറ്റി വരിക. ആ കാണുന്ന ഇടത്തെ ഭാഗത്തുള്ള റോഡിലാ ശരിക്കും പോകണ്ടിട്ടോ. പക്ഷെ ഞാൻ എന്ത് ചെയ്ത് നേരെ മോൾക്കട് കയറി. ഇനി രണ്ടാമത് തിരിച്ചിങ്ങട് കയറണം. വഴി തെറ്റിൽ പിന്നെ എന്റെ കൂടെ പറപ്പായോണ്ട് എനിക്കൊരു ശീലമായി പോയിട്ടത്. അങ്ങനെ ഈ കുന്ന് കയറി നേരെ മുകളിലെത്തിയത് ഈ അടക്ക പൊളിച്ചിട്ട് സൈറ്റിൽ നിന്ന് ഈ ചെറിയ 2 കമ്പി കയറ്റാനാണ്. ഇത് പിന്നെ സൈറ്റിലെത്തി ഇറക്കാൻ നേരത്ത് ക്യാമറ ആണൊക്കെ പോത്തിന് ഓല ഇറക്കല് കഴിഞ്ഞു. അങ്ങനെ അവൻ കഴിഞ്ഞ് നേരെ പോണേ പിന്നെ തേങ്ങ കയറ്റാനാണ്. ഇവിടത്തേക്കുമ്പോ കൺകൂട്ടലൊക്കെ അതാ പാരമ്പല നടത്തുന്നത്. ഇതൊക്കെ കൺകൂട്ടി ലാസ്റ്റ് ഒരു ബുക്കിൽ വരക്കണ മാതിരി ഒറ്റ വരണ്ട് കല്ലുണ്ട്, അതിനാ പൈസ. അങ്ങനെ തേങ്ങ കയറ്റാനും വേണ്ടി ചാക്കിന്റെ തല പിടിച്ചെടുക്കുമ്പോ മൂപ്പര് തന്നോട് പറയണം അതിന് കുറച്ച് ഫോൺ കളി കൂടി. എന്താ ചെയ്യുക, ഒരു കൈ കൊണ്ട് ചാക്ക് പിടിച്ചല്ലോ, ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കലോ. ഇതൊക്കെ അതൊന്നും മൂപ്പരറിയില്ലല്ലോ. മൂപ്പരാട്ടി ബുദ്ധിമുട്ട് എനിക്കാന്നുള്ളത്. അങ്ങനെ ആ ലോഡ് വർക്ക് പിന്നെ വൈകുന്നേരം ഒന്ന് കുളിച്ച് മാറ്റി ഫ്രഷ് ആയിട്ട് നേരെ പോണത് കൊപ്പര കയറ്റാനും വേണ്ടി പോണേ. ഇതിനെ കണക്ക് ചെയ്തതിനും വേണ്ടി കുറച്ചേരം ചെയിന്റെ മുകളിൽ നിന്നപ്പോ ഞാനത് വായക്കൊല പുകട്ട മാതിരി ആയിരുന്നു. ഒന്നായിട്ട് വേർത്ത് കുളിച്ചൊക്കെ വെറുത്തായി പോയി. പിന്നെ ഈ ലോഡാണെങ്കിൽ രാത്രി കൊണ്ടുവരോട് ഒരു സമാധാനം ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ചായ കൂടി പറഞ്ഞില്ല. അതിനോട് എന്ത് ചെയ്ത് നേരെ ചായ കുടിച്ചാൽ പോയി. അങ്ങനെ രാത്രി ആയപ്പോൾ നേരെ കൊണ്ടോട്ടിക്കാട്ട് ഈ ലോഡ് കൊപ്പരയായിട്ട് നേരെ വിട്ട്